ന്യൂ ഇയർ എന്ന വലിയൊരു ആഘോഷത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങൾ മെമ്പേഴ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. BPMയുടെ പരിപാടികളിൽ നമ്മളെപ്പോഴും മേക്ക് ഷുവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ പരിപാടി എപ്പോഴും അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന്. ഒരു കമ്മിറ്റി അംഗങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കഴിഞ്ഞ പരിപാടികളിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തമായി നമുക്ക് ചെയ്യാൻ പറ്റും, എത്ര പേരെ കൂടുതലായി നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും, എത്ര പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് വളരെ ആത്മാർത്ഥമായ എഫേർട്ട് പലരുടെയും ഈ BPM മെമ്പേഴ്സിൻ്റെ പലരുടെയും ഭാഗത്തുനിന്ന് ഒരുപാടുണ്ടായി. അതിന് എല്ലാവരുടെയും പേരിൽ കമ്മിറ്റി അംഗങ്ങളുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ശക്തി കോൺഫിഡൻസ് എപ്പോഴും നിങ്ങൾ ഓരോരുത്തരും നമ്മൾക്ക് എപ്പോഴും വലിയ കൂട്ടായ്മകൾക്കായി ഒന്ന് ചെയ്യാം. വലിയ കൂട്ടായ്മകൾക്ക് എന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കുര്യൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളെ ഒരു UK ലെവലിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് സാധിക്കും. അതിനായുള്ള ഒരു തുടക്കമാണ് ഈ ഒരു പരിപാടി. നമ്മൾ കുര്യൻ സാറിൻ്റെ സ്പീച്ച് കേട്ടതാണ്. കുര്യൻ സാർ പറഞ്ഞ പോലെ നമ്മൾക്ക് അതിലൊരു ഭാഗമാകാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും ഒരു UK ലെവലിലേക്ക് വളരാൻ സാധിക്കുമെന്ന് ഉറപ്പായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാനുണ്ട്. ഈ പരിപാടികൾ ഇത്രയും മനോഹരമായി തീർന്നതിന് ഞാൻ ഓരോരുത്തരുടെ പേര് പറയുകയാണ്. ആദ്യം തന്നെ കുട്ടികൾക്കാണ് നന്ദി. താങ്ക്സ് ടു ഓൾ കിഡ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് പ്രോഗ്രാം. ഒരുപാട് കുട്ടികളുടെ പരിപാടികൾ ഇതിലുണ്ടായി. ഏഞ്ചൽ ഡാൻസ് കിഡ്സിൻ്റെ, പിന്നെ kids duet song Flora and Anvika, kids dance BPMA boys, kids comedy dance BPMA kids, solo dance Miss Flora Ji. എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി. ഇനിയും കുട്ടികൾ നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കണം. ഇതിൽ നിന്ന് ഇതൊക്കെ കണ്ട് നമ്മുടെ അടുത്ത പരിപാടിയിൽ വളരെ നന്നായി ഇതിലും നന്നായി ചെയ്യാൻ സാധിക്കട്ടെ എല്ലാ കുട്ടികൾക്കും. അതുപോലെ തന്നെ നമ്മുടെ അഡൽട്സ് 18 years ആൻഡ് അബോവ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടാണ് പ്രാക്ടീസുകൾ കോർഡിനേറ്റ് ചെയ്തത്. അത് നമ്മുടെ വിന്റർ സീസണിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പലതും വീട്ടിലെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരും എല്ലാം വന്ന് പ്രാക്ടീസ് ചെയ്തത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ എല്ലാ ചേട്ടന്മാർക്കും അനിയന്മാർക്കും. അടുത്തതായി നമുക്ക് അഡൽസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരുപാട് പരിപാടികൾ നമ്മൾക്കുണ്ടായി. അഡൽസിൻ്റെ ഭാഗത്തുണ്ടായത് സനീഷ് ആൻഡ് ടീം ഗ്രൂപ്പ് ഡാൻസ്. ഒരുപാട് നന്ദി സനീഷിനും കുടുംബത്തിനും, അതേപോലെ ഷിജുവിനും മഞ്ജുവിനും കുടുംബത്തിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. ലിൻഡയ്ക്കും ഒരുപാട് നന്ദി. അതേപോലെ തന്നെ ഡുവറ്റ് സോങ് അനു ആൻഡ് കവിത. സത്യം പറഞ്ഞാൽ ഞാൻ അനുവിനോട് ജുബിനോടും കവിതയോടൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സിനിമയിൽ പാടിക്കൂടെ. നമുക്ക് ജുബിൻ പറയുന്നത് ഇനി അടിയ സ്റ്റാർ സിംഗറിലേക്ക് അനുവിനെ വിടുകയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുമോ എന്നൊരു സംശയമുണ്ട് ഇവരെയൊക്കെ, കവിതയും അനുവയൊക്കെ. എന്താണെങ്കിലും അവർക്ക് ഒരുപാട് നന്ദി നമ്മുടെ പരിപാടി ഇത്ര മനോഹരമായി തീർത്തതിന്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡാൻസ് ജിൻഡു പോൾ ആൻഡ് ടീം അടിപൊളി ഡാൻസ് ആയിരുന്നു. സ്റ്റേജ് അങ്ങോട്ട് പൊളിച്ച് എല്ലാവർക്കും നന്ദി. പ്രതീഷ്, ലിൻസി, ടിജോ, വർഷ, ശ്രീപ്രിയ ഹസ്ബൻഡ് ആൻഡ് പിന്നെ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരാൾ കൂടി ഒരു ടീം കൂടെ കപ്പിൾ കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു. ജിൻഡു ആൻഡ് പോൾ, സോറി ജിൻഡു ആൻഡ് പോളിൻ്റെ ആയിരുന്നു ഡാൻസ്. പോളൊക്കെ ഒരു വലിയൊരു എഞ്ചിനീയറാണ്, പക്ഷെ എന്നാലും പുള്ളി വളരെ മനോഹരമായിട്ട് ഈ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് നന്ദി എല്ലാവർക്കും, നാല് കപ്പിൾസിനും. പിന്നെ അതേപോലെ തന്നെ വുമൻസ് കിച്ചൺ ഡാൻസ് മിസ്സസ് വിൻസ്
സ്ത്രീകൾ പങ്കെടുത്തു. നമ്മുടെ ഒരു ശക്തി BPMയുടെ ഒരു സ്ത്രീ ശക്തി തന്നെ അതിലൂടെ പ്രകടമായി. എന്താണെങ്കിലും ഇതിലും വലിയ ഡാൻസ് അടുത്ത പ്രാവശ്യം അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ സിനിമാറ്റിക് സ്കിറ്റ് ആൻഡ് സിനിമാറ്റിക് ഡാൻസ്, അതായത് നമ്മുടെ ചേട്ടന്മാരും ഞാനും ഉണ്ടായി അതിൻ്റെ കൂട്ടത്തിൽ. ഞങ്ങളൊരു സ്കിറ്റുകൾ എല്ലാ കാറ്റഗറിയിൽ നിന്നും നമ്മൾ പ്രോഗ്രാം ഉണ്ടാവുമെന്ന് മേക്ക് ഷുവർ ചെയ്തായിരുന്നു. നമുക്കത് സാധിച്ചു. നമ്മുടെ ചേട്ടന്മാരും 2 സ്കിറ്റുകളാണ് നമുക്കുണ്ടായിരുന്നത് ഈ പ്രാവശ്യം, കോമഡി സ്കിറ്റുകൾ. അതേപോലെ തന്നെ കോമഡി ഡാൻസ് ഉണ്ടായി. എല്ലാവർക്കും, എല്ലാ ചേട്ടന്മാർക്കും അനിയന്മാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ കപ്പിൾ ഡാൻസ്, ഏറ്റവും മനോഹരമായ ഒരു എൻഡിങ് എന്ന് പറഞ്ഞാൽ കപ്പിൾ ഡാൻസ് ആണ്. അത് അവതരിപ്പിച്ച എല്ലാ കപ്പിൾസിനും ഒരുപാട് നന്ദി. അത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത് ശ്രീപ്രിയ, ഹസ്ബൻഡ് ആൻഡ് മഞ്ജു, ഷിജു, സനീഷ്, ലിൻഡ, ലിൻസി, പ്രതീഷ്, ടിജോ, വർഷ, ജിന്ദു, പോൾ. അതുപോലെ തന്നെ കുറച്ച് പേര് കപ്പിൾസും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് പേരുകൾ ഓർത്തെടുക്കാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും കാണിച്ച എഫേർട്ട്, ലിറ്റോ, നിഷ, നമ്മുടെ സെക്രട്ടറി, നല്ല വളരെ പനിയും ജലദോഷവും ചേട്ടന് 2 ആഴ്ചയായിട്ട് ഒട്ടും വയ്യായിരുന്നു. എന്നിട്ടും ലിറ്റോ ചേട്ടൻ നമ്മുടെ പരിപാടിക്കായി അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്ന് അത് ചെയ്യുക. അതാണ് നമ്മുടെ BPMയോടുള്ള കമ്മിറ്റ്മെൻറ്റ്. ചേട്ടനും കുടുംബവും കാണിക്കുന്നത് എന്നും ആ ഒരു കമ്മിറ്റ്മെൻറ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് തരുന്ന ഒരു ശക്തിയാണത്. അതേപോലെ തന്നെ നമ്മുടെ ജൂലിയസ് ചേട്ടൻ, നമ്മുടെ പ്രസിഡന്റും വൈഫും ചേച്ചിയും ചേട്ടനും വളരെ മനോഹരമായിരുന്നു കപ്പിൾ ഡാൻസിലും. വളരെ സന്തോഷം അവരെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കപ്പിൾ ഡാൻസ്, BPMയുടെ ഒരു ആദ്യത്തെ കപ്പിൾ ഡാൻസ് ആയിരുന്നു. അപ്പോൾ വളരെ സന്തോഷം കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ സ്റ്റെഫി ആൻഡ് അഖിൽ, അവരുടെ ഡാൻസ് വളരെ മനോഹരമായിരുന്നു. അഖിലിനൊക്കെ ഒരു ബോളിവുഡിലേക്ക് കടക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതേപോലെ അഖിൽ പെർഫോം ചെയ്തു. എന്താണെങ്കിലും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് എന്നോട് ക്ഷമിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പേരുകൾ ഉള്ള ഒരു പരിപാടിയാണ്. എല്ലാവർക്കും കപ്പിൾ ഡാൻസിൽ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നമ്മുടെ കൊയർ ടീം, BPMA കൊയർ, ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ കൊയർ ആദ്യമായി ഈ പരിപാടി വെക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു കൊയർ ടീമിനെയാണ് ഞാൻ ആദ്യമായി സമീപിച്ചത്. അപ്പോൾ ഞാൻ കവിതയോടും ലിൻസി ചേച്ചിയോടൊക്കെ അതിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒരു കൊയർ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ചവർ കാണുമ്പോൾ ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറയും നോക്കാം. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായി അത് അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വെൽക്കം ഡാൻസ്, മഞ്ജു, ഷിജുവിൻ്റെ വെൽക്കം ഡാൻസ് നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ മനോഹരമായ ഒരു വെൽക്കം ഡാൻസ് ആയിരുന്നു അവരുടെ. പിന്നെ ഏഞ്ചൽ ഡാൻസ്, BPMA കിഡ്സിൻ്റെ ഏഞ്ചൽ ഡാൻസ്, അത് വളരെ മനോഹരമായിരുന്നു. എല്ലാ കുട്ടികളും ഒന്നിനൊന്നായി മെച്ചപ്പെട്ട് പെർഫോം ചെയ്തു. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമുക്ക് അടുത്ത പരിപാടിക്കായി ഒന്നിച്ചു കൂടാം. നമുക്ക് ഇതിലും വലിയൊരു കൂട്ടായ്മയിൽ നമുക്ക് വീണ്ടും കാണാം. വലിയ കൂട്ടായ്മകൾ എന്നും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എപ്പോഴും നമ്മൾക്ക് വലിയ കൂട്ടായ്മകൾക്കായി ഒരുമിച്ച് കൂടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ലൈഫ് ലൈൻ ജോബി ചേട്ടനെ ഇൻഷുറൻസ്, മോർഗേജ് അഡ്വൈസിംഗ് എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് സമീപിക്കാവുന്നതാണ്. ജോബി ചേട്ടൻ ലൈഫ് ലൈൻ ഇൻഷുറൻസ്. നമുക്ക് എപ്പോഴും ഒരു മലയാളിയെ സമീപിക്കുമ്പോൾ നമ്മൾക്ക് മോർഗേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻഷുറൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് മലയാളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കത് എപ്പോഴും എളുപ്പമാണ്. കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാനും അതിൻ്റെ പേപ്പർ വർക്കുകൾ ചെയ്യാനും ഒക്കെ. അപ്പോൾ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റീനെ മാത്രം പ്രോത്സാഹിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റീനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ജോബി ചേട്ടനെ നമ്മളെല്ലാവരും ഓർക്കണം. ഒരു ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ ലൈഫ് കവർ, ഇൻകം പ്രൊട്ടക്ഷൻ, മോർഗേജ്, അങ്ങനെ പല ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ ജോബി ചേട്ടന് എന്നും മുൻപ് ഇത് കൊടുക്കണം. ജോബി ചേട്ടൻ ഇപ്പോൾ 2ാം തവണയാണ് ഞാൻ കാണുന്നത് നമ്മുടെ സ്പോൺസറായി വരുന്നത്. നമ്മുടെ ബേണിക്കൊപ്പം ഉണ്ട് ജോബി ചേട്ടൻ. അപ്പോൾ ജോബി ചേട്ടനെ എന്നും നമ്മൾ ഓർക്കണം. നമ്മുടെ
ലിജോ, നമ്മുടെ ജിജോനെ മറന്നിട്ട് ഒരു കാര്യമില്ല. ജിജോ, ഞാൻ ഇത് നമ്മുടെ BPMയുടെ പരിപാടി, ഇത്രയും നല്ല പരിപാടികൾ ഓർഗനൈസ് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു വീഡിയോഗ്രാഫി നല്ലൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി കൂടാ എന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോഴാണ് ജിജോയുടെ കാര്യം, നമ്മുടെ സ്വന്തം ജിജോയാണ്. നമ്മുടെ ബേൺലിയിൽ തന്നെയായിരുന്നു ജിജോ വന്നിരുന്നത്. ബ്ലാക്ക് ബേണിലേക്ക് മൂവായിരുന്നുള്ളൂ. നമ്മുടെ ബേൺലി ബ്ലാക്ക് ബേൺ അക്രന്റഡ് എന്ന നമ്മുടെ ഒരു ഏരിയയിലെ മെയിൻ വീഡിയോഗ്രാഫർ ആൻഡ് ഫോട്ടോഗ്രാഫറാണ് അവനെ അവൻ്റെ പേജുകൾ നമ്മൾ എല്ലാവരും ലൈക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അവൻ്റെ പേജിൻ്റെ അതിൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റിയും ഫോട്ടോൻ്റെ ക്വാളിറ്റിയും എല്ലാം നമ്മൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പേരുകളും എല്ലാം വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ലിജോയിലെ കാർഡുകൾ ഇവിടെ ഉണ്ട്, എല്ലാവർക്കും അത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ലിജോയുടെ കമ്പനിയുടെ പേര് ഡ്രീം ക്യാപ്ചർ ഫോട്ടോഗ്രാഫി എന്നാണ്. എല്ലാ മെമ്പേഴ്സ് ആൻഡ് കമ്മിറ്റി മെമ്പേഴ്സിനെ ഇതിൽ നന്ദി പറയുന്നു. നമ്മുടെ ഈ അറേഞ്ച്മെൻറ്റ്സ്, ഫുഡ് സെർവിങ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ഇതെല്ലാം ചെയ്തത് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സാണ്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ജുബിനും സാബു ചേട്ടനും ഒക്കെ എടുത്ത എഫേർട്ട്. അതേപോലെ ഞാൻ ജുബിനെയൊക്കെ സ്പോർട്സ് ഡേ തൊട്ട് കാണുകയാണ്, ജുബിനെ സാബു ചേട്ടനൊക്കെ. അത് അവരുടെ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് സ്റ്റേജ് എഫേർട്ട് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ജുബിനും സാബു ചേട്ടനൊക്കെയാണ്. അതിൻ്റെ മുന്നിൽ നമ്മളൊക്കെ ഒന്നുമല്ല സത്യം പറയാ. അവര് എടുക്കുന്ന ഒരു എഫേർട്ടിന് നമ്മുടെ എല്ലാ മെമ്പേഴ്സിന്റെ പേരിലും ജുബിനും സാബു ചേട്ടനും ജയേഷിനും ഐശ്വര്യക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അജയ് ചേട്ടൻ, നമ്മുടെ ഡിസൈൻ ആൻഡ് ഓൾ പോസ്റ്റർ, എല്ലാ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ അജയ് ചേട്ടനാണ്. നമ്മുടെ BPMയുടെ ലോഗോ തൊട്ട് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളുടെ പോസ്റ്റർ വർക്കുകളും എല്ലാം ചെയ്യുന്നത് നമ്മുടെ അജയ് ചേട്ടനാണ്. അജയ് ചേട്ടൻ ഒരു പൗണ്ട് പോലും മേടിക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അജയ് ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷം ജൂൺ തൊട്ടാണ് അജയ് ചേട്ടൻ ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ ജനറൽ ബോഡിയിൽ അജയ് ചേട്ടൻ ഒരു വാക്ക് തന്നു, നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ BPMയുടെ കൂടെ എന്ത് ഒരു പോസ്റ്റർ വർക്കോ എന്ത് ഡിസൈൻ വർക്കോ വന്നാൽ അത് ചെയ്തു തരും എന്ന് അജയ് ചേട്ടൻ പറഞ്ഞു. ഏറ്റവും മനോഹരമായ ഒരു രീതിയിലാണ് അജയ് ചേട്ടൻ ചെയ്തു തരാറുള്ളത്. അതും കൃത്യസമയത്ത് നമ്മൾക്കത് മെമ്പേഴ്സിന് മുമ്പിൽ എത്തിക്കാവുന്ന ഒരു വലിയൊരു ക്വാളിറ്റിയിലാണ് അജയ് ചേട്ടൻ അത് ചെയ്യുന്നത്. അതിന് അജയ് ചേട്ടനോട് ഒരുപാട് നന്ദി. ഇതിൽ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ BPMയുടെ തുടക്കം തൊട്ട് കണ്ടതാണ് പരിപാടികളിൽ, സ്പോർട്സ് ഡേ തൊട്ട്. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചത് BPMയുടെ പേരിലും എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ പേരിലും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. 9 മണി വരെയാണ് നമ്മൾ സമയം വെച്ചിരുന്നത്. നമുക്കതിന് പകരം ഒരു 10 മണി വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ എല്ലാവർക്കും സന്തോഷമാണോ? നമുക്കൊരു DJ, നമ്മുടെ ലിജോ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ DJയിലേക്ക് കിടക്കുകയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞവർ DJ